ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ തോരനാണ്. ചിക്കൻ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. നമ്മൾ ചിക്കൻ തോരന് ഏറ്റവും മെയിനായിട്ട് നമുക്ക് വേണ്ടത് ചിക്കൻ തന്നെയാണ്. നമ്മൾ ചിക്കൻ എല്ലില്ലാത്ത ചിക്കനാണ് നമ്മൾ ഇതിനെടുത്തിട്ടുള്ളത്. ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ നമ്മൾ വേവിച്ചെടുക്കും. അതിൻ്റെ എല്ലൊക്കെ നീക്കിയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒരു ചെറുതായിട്ടൊന്ന് ഒറ്റ പ്രാവശ്യം നമ്മൾ ക്രഷ് ചെയ്യാൻ പാടില്ല. കൂടുതൽ ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ അരിഞ്ഞു പോകും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ക്രഷ് ചെയ്തെടുത്ത ചിക്കനാണ് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് നാളികേരം. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായി മരിയണമെന്നില്ല, ഒരുവിധം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും, വറുത്തെടുക്കും. വെളിച്ചെണ്ണ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ വറുത്തിടുന്നേക്കാൾ ഇഷ്ടമുള്ളത് പച്ചയിട്ടാലും, അതായത് ചെറിയ പാട് നമ്മളിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാനാലും ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇതായിരിക്കും നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഇനി നമുക്കതിനാവശ്യമുള്ളത് കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവയൊക്കെ കൂടി നമ്മൾ മൂപ്പിച്ചെടുക്കണം. ഇതിവിടെ ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത് പച്ചമുളക്, ചുവന്നുള്ളിയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ അടുപ്പത്ത് വെച്ച് പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ഇവയൊക്കെ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായി മൂപ്പിച്ചെടുക്കും. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ചുകൂടി എപ്പോഴും ശ്രദ്ധിക്കേണ്ട, പൊടികളിടുമ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള എരിവും ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇടാനായിട്ട്. നമ്മൾ കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രം മുളക് പൊടി ഇട്ടാൽ മതി. അതുപോലെ തന്നെ മല്ലിപ്പൊടി നമ്മൾ വളരെ കുറച്ച് മാത്രം ഇടേണ്ട ആവശ്യമുള്ളൂ. ചെറിയൊരു ഇത്രയും മതി. അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ മസാല, അതാണ് മെയിനായിട്ട് നമ്മൾ ഒരു വ്യത്യാസമുള്ള സാധനം നമ്മൾക്ക് ചേർക്കുന്നത്. ചിക്കൻ മസാല നമുക്ക് 1 സ്പൂൺ ഇടാം. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി, നമ്മൾ ആദ്യം ഈ വെളിച്ചെണ്ണയിൽ നമ്മൾ കുറച്ച് ഏലക്കായ, 2 ഏലക്കായ, 2 ഗ്രാമ്പൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിർബന്ധമില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്താൽ മതി. അതല്ലെങ്കിൽ നമ്മൾ ഈ ഗരം മസാലയുടെ പൊടി അത് നമ്മൾ കുറച്ച് ചേർത്താൽ മതി. കുത്തിലെടുക്കാൻ മാത്രം നമ്മൾ ചേർക്കരുത്, കുറച്ച് മാത്രം ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് ഇത് മൂത്തതിന് ശേഷം ഇതിൽ നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ ചിക്കനാണ്. ചിക്കൻ്റെ അളവ് നോക്കിയിട്ട് വേണം നമ്മൾ മസാലകളൊക്കെ ചേർക്കാനായിട്ട്. ചോറിന് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇവിടെ എരിവും ഇതൊക്കെ നന്നായിട്ട് എല്ലാ ഉറുപ്പും ഒക്കെ കൂടി നന്നായിട്ട് ചേർക്കണം. ഇത് അല്പം കൂടി ഈ ചിക്കനിൽ ഉപ്പിട്ടിട്ടാണ് നമ്മൾ വേവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സ്വല്പം കൂടി നമ്മൾ ഉപ്പിടാം. ഉപ്പ് നമ്മൾ ആദ്യമായിട്ട് ചേർക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം, ആദ്യം നമ്മൾ കുറച്ച് മാത്രം നമ്മൾ ഉപ്പ് ചേർക്കാൻ പാടില്ല. ഉപ്പ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചേർക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ തീയൊന്ന് അല്പം കുറച്ച് വയ്ക്കാം. ഇത് ഡ്രൈ ആയിട്ട് ഇരിക്കുമ്പോൾ ഇതൊക്കെ ഇതിൻ്റെ കൂടെ ചേരാനായിട്ട് നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും. ആ വെള്ളം ഉണ്ടെങ്കിൽ അതൊരു തുള്ളി നമ്മൾ തെറിച്ച് കൊടുക്കാം. ഇനി അതല്ല, വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ തിളപ്പിച്ച് അറിയ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒന്ന് നോക്കട്ടെ. ഇത് നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ തളിച്ച് ഇതൊക്കെ നന്നായിട്ട് ഇതിൻ്റെ കൂടെ മിക്സായി. ഇനി നമ്മൾ ചെയ്യേണ്ടതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നാളികേരം, ഈ നാളികേരം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ചേർത്തിട്ടാണ് അത് നമ്മളിതിൻ്റെ മുകളിൽ ഇതൊക്കെ കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് നന്നായി ഇളക്കി നമ്മൾ ഉപ്പുണ്ടാകുന്നൊക്കെ നമുക്ക് നോക്കണം. എന്താണ് കുറവെന്ന് നമുക്ക് നോക്കിയിട്ട് ഈ സമയത്ത് ആഡ് ചെയ്താൽ മതി. ഉപ്പൊക്കെ നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്താൽ മതി. എല്ലാം നമുക്ക് നല്ല പാകത്തിനുണ്ടായിട്ടുണ്ട്.
ഉണ്ടാക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു 2 മിനിറ്റ് നല്ല സിമ്മിലിട്ടിട്ട് നമ്മൾ 2 മിനിറ്റ് അടി പിടിക്കാതെ ശ്രദ്ധിച്ച് നോക്കണം. ഇപ്പോൾ 2 മിനിറ്റായി. നമ്മൾ ഇത് ഓഫാക്കാം. കാണുമ്പോൾ തന്നെ നല്ല കളറും ഒക്കെ ഉള്ളതാണ്. അത് നമ്മൾ സർവിൽ ശരിക്കും ചിക്കൻ കുറച്ച് മതിയെങ്കിൽ നമ്മൾ കുറച്ചെടുത്താൽ മതി. ഇൻഗ്രീഡിയൻസൊക്കെ അതിന് കുറവ് നോക്കിയെടുത്താൽ മതി. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ തോരൻ. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, താങ്ക് യു.